ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ സീരീസിലെ മറ്റൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കുന്ന ഫസ്റ്റ് ഓഥർ എന്ന് പറയുന്നത് രത്നാകരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ഹരവിജയം. സംസ്കൃത മഹാകാവ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു കൃതി. ശിവയും അന്തകയും തമ്മിലുള്ള വാറും ശിവയുടെ വിക്ടറിയൊക്കെയാണ് ഈ ഒരു കവിതയുടെ തീം. ശിവനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഐക്കണോഗ്രാഫിക് ഫീച്ചേഴ്സും ഫിലോസഫിയൊക്കെ ഈ ഒരു കൃതിയിൽ പറയുന്നുണ്ട്. സംസ്കൃത മഹാകാവ്യങ്ങളിൽ ഏറ്റവും ലോങ് ആയിട്ടുള്ള കൃതി കൂടിയാണ് ഹരവിജയ. 50 സർഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ഈ ഒരു കൃതിയിൽ 4351 വേഴ്സസ് ഉണ്ട്. ഈ ഒരു കൃതിയിൽ, ഈ ഒരു വർക്കിൽ ഈ ഒരു റൈറ്ററായിട്ടുള്ള രത്നാകരയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഇദ്ദേഹം അമൃതഭാനു എന്ന് പറയുന്ന ആളുടെ മകനാണെന്ന് പറയുന്നുണ്ട്. കൽഹനയുടെ രാജതരംഗിണിയും രത്നാകരയെക്കുറിച്ച് പറയുന്നുണ്ട്. അവന്തിവർമ്മൻ്റെ റെയിനിൻ്റെ സമയത്താണ് രത്നാകര ഫേമസ് ആയിരുന്നത് എന്നാണ് രാജതരംഗിണിയിൽ കൽഹന പറയുന്നത്. എന്നാൽ ഈ ഒരു റൈറ്റിങ്ങിൻ്റെ രീതി, സ്റ്റൈൽ വെച്ച് നോക്കുമ്പം ജയപീഠയുടെ സമയത്തായിരിക്കാം എഴുതിയതെന്നും കുറച്ച് സ്കോളേഴ്സ് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കൃതിക്ക് കുറേ കമൻട്രീസ് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് വക്രോകുട്ടി പഞ്ചാശിക. ഇത് ശിവനും പാർവതിയും തമ്മിലുള്ളൊരു ഡയലോഗായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പണ്ണിങ് കോൺവെർസേഷൻ എന്നാണ്. വക്രോക്തി എന്ന് പറഞ്ഞാൽ പണ്ണിങ് കോൺവെർസേഷൻ എന്നാണ് മീനിങ്. മറ്റൊരു പ്രധാനപ്പെട്ട സാൻസ്ക്രിറ്റ് ഓഥറാണ് സുബന്ധുയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് വാസവദത്ത. കന്ദർപ്പകേതുവും വാസവദത്തയും തമ്മിലുള്ള റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ് ഈ ഒരു വർക്കിൻ്റെ തീം. ഈ ഒരു കഥയിലുള്ള നായകൻ ഒരു സ്വപ്നത്തിൽ പ്രിൻസസിനെ കാണുകയും പിന്നെ ഒരു കിളി വഴി വാസവദത്തയെക്കുറിച്ച് അറിയുകയും ചെയ്യുന്നു. പിന്നെ അതിനെ അന്വേഷിച്ച് പോയിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്നാൽ വാസവദത്തയുടെ ഫാദർ അവർക്ക് വേണ്ടി വേറൊരു പ്രപ്പോസൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഒളിച്ചോടി. അങ്ങനെ ഓൺ ദ വേ വാസവദത്തയെ കാണാതാകുകയും പിന്നെ ലേറ്റർ ഇവർ തമ്മിൽ ഒരുമിക്കുകയും ചെയ്യുന്നു. ലേറ്റർ എഴുതപ്പെട്ടിട്ടുള്ള തത്വദീപിനിയും കാഞ്ചനദർപ്പണയും ഈ ഒരു കൃതിയുടെ ക്രിറ്റിസിസവും അടങ്ങുന്ന കമൻറ്ററീസാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കൃതിയാണ് സംഖ്യകാരിക. ഇത് എഴുതിയിട്ടുള്ളത് ഈശ്വർ കൃഷ്ണ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. സംഖ്യ സ്കൂൾ ഓഫ് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഏർലിയസ്റ്റ് സർവൈവിങ് ടെക്സ്റ്റ് കൂടിയാണ് ഈ ഒരു കൃതി. സംഖ്യ സ്കൂൾ നമ്മളുടെ ഇന്ത്യൻ ഫിലോസഫീസ് എന്ന് പറയുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തതാണ്. സോ ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത് സംഖ്യ ഫിലോസഫീനെ കുറിച്ചുള്ളൊരു കമൻട്രി ആയിട്ടാണ്. ഈ ഒരു വർക്കിൽ ഈശ്വർ കൃഷ്ണ അയാളെക്കുറിച്ച് തന്നെ പറയുന്നത് കപില എന്ന് പറയുന്ന ഗ്രേറ്റ് സേജിൻ്റെ ഡിസിപ്പിൾസിൻ്റെ സക്സസറായിട്ടാണ്. ഇതിൻ്റെ ഏർലിയസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻട്രി എഴുതിയിട്ടുള്ളത് ഗൗതപാഠ എന്ന് പറയുന്ന ഓഥറാണ്. ഈ ഒരു സംഖ്യകാരിക എന്ന് പറയുന്ന കൃതിയിൽ 72 വേഴ്സസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഓഥറാണ് ബിൽഹനയുടെ കൃതിയാണ് ചൗരപഞ്ചാസിക. ഇദ്ദേഹം ഒരു 11th സെഞ്ച്വറി കാശ്മീരി പോയറ്റാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രിൻസസ് ആയിരുന്നു യാമിനി പൂർണ്ണതിലക. ഇവരുമായിട്ട് ഒരു സീക്രട്ട് ലവ് അഫെയറിലായിരുന്നു ബിൽഹണ എന്നൊക്കെയാണ് ലെജൻഡ്സ് പറയുന്നത്. പോയട്രി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കാശ്മീരിലേക്ക് വരുന്നത്. ഇവരുടെ റിലേഷൻഷിപ്പ് അറിഞ്ഞതിന് ശേഷം ബിൽഹനയെ തടങ്കലിൽ വെക്കുകയും ആ ഒരു സമയത്ത് ജഡ്ജ്മെൻറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ചൗരപഞ്ചാസിക എന്ന് പറയുന്ന 50 സ്റ്റാൻസയുള്ള ലവ് പോയം. 1848 ഇതാദ്യമായിട്ട് യൂറോപ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഫ്രഞ്ചിലേക്കാണ് ഫസ്റ്റ് ട്രാൻസ്ലേഷൻ വരുന്നത്. ചൗരപഞ്ചാസിക എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ലവ് തീഫ് എന്നാണ്. ബിൽഹന എഴുതിയിട്ടുള്ള മറ്റൊരു കൃതിയാണ് വിക്രമംഗദേവ ചരിത, അതായത് ദ ഡീഡ്സ് ഓഫ് വിക്രമംഗ. കല്യാണ കിങ് ആയിട്ടുള്ള വിക്രമാദിത്യയെക്കുറിച്ചാണ് ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത്. ബിൽഹന അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഫെയിമും ഫോർച്യൂണൊക്കെ അന്വേഷിച്ച് കുറേ സ്ഥലത്തൂടി ട്രാവൽ ചെയ്തിട്ടുണ്ട്. മധുര, കനൗജ്, പ്രയാഗ, വാരണാസി തുടങ്ങി കുറേ സ്ഥലങ്ങൾ. അതിൽ വെസ്റ്റേൺ ചാലുക്യാസിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ അവിടെയുള്ള കിങ് വിക്രമാദിത്യ ഇദ്ദേഹത്തെ വിദ്യാപതിയാക്കിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു.
അതിനൊരു റിവാർഡായിട്ട് ഇൻ റിട്ടേൺ ആയിട്ടാണ് ഈ ഒരു കൃതി കമ്പോസ് ചെയ്തിട്ടുള്ളത്. Now questions. The Chalukya king Vikramaditya is described in the Vikramadeva Charita written by the Kashmiri poet dash. Correct answer ആണ് ബിൽഹന. Next question. Ishwara Krishna was a Vaishnava teacher, a king of Assam, a philosopher of one of the 6 systems of philosophy, a lawgiver. കറക്റ്റ് ആൻസർ തേർഡ് ഓപ്ഷനാണ്, എ ഫിലോസഫർ ഓഫ് വൺ ഓഫ് ദ 6 സിസ്റ്റംസ് ഓഫ് ഫിലോസഫി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈശ്വര കൃഷ്ണ സംഖ്യ ഫിലോസഫിയുടെ ആളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൗര പഞ്ചാശിക വാസ് റിട്ടൺ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓതേഴ്സ്? കറക്റ്റ് ആൻസർ ബിൽഹനയാണ്.